റേഷന് മുൻപ് കൺട്രോൾ എന്ന് പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. കൺട്രോൾ ഇസ്രായേലിൽ നിന്ന് വന്നിരുന്ന ജൂത കമ്മ്യൂണിറ്റിപ്പെട്ട ഒരു വിഭാഗം ഇപ്പോഴും അവരായിട്ട് നല്ല ബന്ധമാണ്. അതിൽ രണ്ടാമത്തെ ഒരു സിസ്റ്ററിൻ്റെ ആകസ്മികമായ മരണം എന്നെ വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്തത്. ഒരു നാച്ചുറൽ ഡെത്ത് അല്ലായിരുന്നത്. ആ സാഹചര്യം വല്ലാത്തൊരു സാഹചര്യം വരുന്നതാണ്. ഒരു സിനിമ പോലും 3 മണിക്കൂർ ആസ്വദിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്കാണ് ഞാൻ എത്തിപ്പെട്ടത്. ഞാൻ ഈ കട്ടൻ കാപ്പി സ്റ്റുഡിയോയിൽ വന്നിരിക്കുന്നത് എൻ്റെ വിഷയങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ പേര് വിജയൻ. ഈ വിജയൻ എന്ന് പറയുമ്പോൾ ശരിക്ക് പഴയ ഈ വിജയപ്പൻ എന്നാണ് ശരിക്ക് അറിയപ്പെടുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചെല്ലപ്പൻ, കുഞ്ഞപ്പൻ, പൊന്നപ്പൻ എന്നൊക്കെ പറയുന്ന ആ കാലഘട്ടത്തിൽ എന്നെ വിജയപ്പൻ കൂടി സംബോധന ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് ഈ വിജയപ്പൻ എന്ന് അറിയപ്പെടുന്നത്. പക്ഷേ ഇപ്പം എനിക്കതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ് വിജയപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആദ്യം എനിക്ക് വിജയൻ എന്ന് പറയുന്നതായിരുന്നു ഇഷ്ടം. വിജയപ്പൻ എന്ന് പറയാൻ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ അറിയപ്പെടുന്നതും വിജയൻ എന്നുള്ള ഇത് വിട്ടിട്ട് വിജയപ്പൻ എന്ന് അറിയപ്പെടുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് ഒരു ഇഷ്ടപ്പെട്ട ഇതായി. അപ്പം ഞാനിപ്പോൾ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഞാൻ അമ്മ വീട്ടിലാണ് വളർന്നത്. അമ്മ വീട് പഴമ്പളത്തിരുത്തായിരുന്നു. അവിടെയാണ് വളർന്നത്. അച്ഛൻ ചിറ്റാറ്റുകര. റേഷന് മുൻപ് കൺട്രോൾ എന്ന് പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. കൺട്രോൾ. അപ്പം കൺട്രോൾ ഗംഗാധരൻ എന്ന് പറയുന്ന ഒരു അച്ഛൻ്റെ മകനായിട്ടാണ് അതറിയപ്പെടാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെയായിരുന്നു. കാരണം നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അപ്പോൾ ആ മനുഷ്യൻ്റെ മകനായിട്ട് അറിയപ്പെടാൻ താല്പര്യമായി. കൺട്രോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ റേഷന് മുൻപുള്ള കൺട്രോൾ കാലഘട്ടം നഷ്ടപ്പെട്ടു പോയത്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദമായിരുന്നു ആ രീതിയിൽ അത് നഷ്ടപ്പെട്ടു പോകാനിട വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛൻ ഈ കള്ള് ഷാപ്പിലേക്ക് ഉള്ള ഒരു ജോലിക്കാരനായി ജോലി ചെയ്യേണ്ടി വന്നു. ഏത് രീതിയിലായാലും ഈ കൺട്രോൾ ഗംഗാധരൻ്റെ മകൻ എന്ന് പറയുന്നത് ഇഷ്ടപ്പെടാൻ ഒരവസരമായി. അദ്ദേഹം നല്ലൊരു മനസ്സിൻ്റെ ഉടമയായിരുന്നു. അമ്മയെ കൂടാണ്ട് 3 സഹോദരിമാരും എനിക്ക് താഴെ ഒരു അനുജനും. അങ്ങനെ ഞങ്ങൾ 5 അംഗങ്ങളായി. പക്ഷേ എനിക്ക് മൂത്ത 2 സഹോദരിമാർ, 3ാമത്തെ ഒരു ആളായിരുന്നു ഞാൻ. അപ്പോൾ ഈ 3ാമത്തെ ആളെന്നുള്ള ഉത്തരവാദിത്വം ഒരു ആണ് എന്നുള്ള നിലക്ക് ആ ഉത്തരവാദിത്വം എന്നിലേക്ക് വരികയാണ് ചെയ്തത്. ഞാൻ പുറകിലോട്ട് തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവിടെ നിന്ന് 68 വിദ്യാഭ്യാസം ഈ പറഞ്ഞ സാഹചര്യത്തിൽ വിദ്യാഭ്യാസം തുടർന്ന് നടത്താൻ കഴിയാതെ വന്ന് അച്ഛൻ്റെ മരണത്തെ തുടർന്നു. അച്ഛൻ്റെ മരണം എന്നെ വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്തു. അപ്പോൾ ഇവരുടെ എല്ലാം ഈ സഹോദരങ്ങളുടെ എല്ലാ ഉത്തരവാദിത്വവും എന്നിലേക്ക് നിക്ഷിപ്തമായി. അനിയൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു അച്ഛൻ മരിക്കുമ്പോൾ. പിന്നെ ഞാൻ ഒരു പുറകിലോട്ട് തിരിഞ്ഞ് നോക്കിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു സിനിമ പോലും 3 മണിക്കൂർ ആസ്വദിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്കാണ് ഞാൻ എത്തിപ്പെട്ടത്. ആ സാഹചര്യം വല്ലാത്തൊരു സാഹചര്യം വരുന്നതാണ്. 68 ഞാൻ 10ാം ക്ലാസ് പാസ്സാകുന്നു. തുടർന്ന് ഞാൻ ഹോമിയോപ്പതി കറസ്പോണ്ടൻസ് കോഴ്സ് നടത്തി. ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ പോയി. പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ആയുർവേദ ഹോസ്പിറ്റലിൽ ആയുർവേദത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കരിപ്പായി എന്ന് പറയുന്ന ചേന്നമംഗലം പറവൂരിൽ പ്രസിദ്ധമായ, പറവൂരിൽ നിന്നല്ല ഇതര സ്ഥലങ്ങളിലൊക്കെ വളരെ പ്രസിദ്ധമായ ഒരു സ്ഥാപനമായിരുന്നു അത്. അവിടുത്തെ
അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, ഭരണപരമായ എല്ലാ കാര്യങ്ങളും ജോലിക്കാരും തൊഴിലാളികളും അവരെയൊക്കെ നിയന്ത്രിച്ചു പോകേണ്ട ബാധ്യതയും കൂടി എനിക്കായി. അങ്ങനെ പുത്തൻവേലിക്കര ഒരു മെഡിക്കൽ ഷോപ്പ് അദ്ദേഹം ഇട്ടപ്പോൾ അതിൻ്റെ ചുമതലയും കൂടി ഞാൻ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഏതാണ്ട് 78 76 86 അങ്ങനെ ആ കാലഘട്ടത്തിലാണ് ചന്ദമംഗലത്ത് ജോലി ചെയ്യുമ്പോഴാണ് പുത്തൻവേലിക്കര മെഡിക്കൽ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മരുന്ന് അങ്ങനെ ഒരു സ്ഥാപനം ഇട്ട്, ശ്രീകൃഷ്ണ മെഡിക്കൽ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം ഇട്ടപ്പോൾ അതിൻ്റെ ചുമതല എന്നിൽ നിക്ഷിപ്തമായി. അപ്പോൾ അതും അതിൻ്റേതായ, എനിക്ക് കീഴിൽ ജോലി ചെയ്യാൻ ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞാൻ അതിൻ്റെ ചുമതല ഏറ്റെടുത്ത് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ചില അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ട് അതിൻ്റേതായ ഇന്ന് പറവൂരിൽ മിടുക്കനായ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, പ്രസന്നകുമാർ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ VR പിള്ളை എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടർ പുത്തൻവേലിക്കര ഉണ്ടായിരുന്നു. അദ്ദേഹം ഇൻഡിവിജ്വലായി സ്വതന്ത്രമായൊരു ഹോസ്പിറ്റലിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ കാലഘട്ടത്തിൽ ഈ ഒരു പേഷ്യൻ്റ് അയാൾ വീട്ടുകാരായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഫിനോവാർബിറ്റോൺ എന്ന് പറഞ്ഞിട്ടൊരു ടാബ്ലറ്റ് ഉപയോഗിക്കുന്ന ആളായിരുന്നു അയാൾ. അന്ന് അത് ശരിക്കും പറഞ്ഞാൽ പ്രിസ്ക്രിപ്ഷൻ മേടിച്ചു വെച്ചിട്ട് വേണം അത് കൊടുക്കാനായിട്ട് നമ്മൾ. പക്ഷേ അതിൻ്റെ മറ്റൊരു മുഖം എനിക്കറിയില്ലായിരുന്നു. അപ്പം ഞാൻ ഈ ചുമതല വഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫിനോവാർബിറ്റോൺ ടാബ്ലറ്റ് അയാൾക്ക് കൊടുക്കേണ്ടി വന്നു. കൃത്യമായിട്ട് അയാൾ കഴിച്ചുകൊണ്ടിരിക്കാനാണ്. അങ്ങനെ ഇയാൾ വീട്ടിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇയാൾ കൂടുതൽ കഴിച്ചു, അത് ഓവർഡോസ് കഴിച്ച് പുത്തൻവേലിക്കരയുടെ വടക്കേ അറ്റം, അതായത് മാനാഞ്ചേരിക്കുന്ന് എന്ന് പറയണം, അത് എറണാകുളം ജില്ലയുടെ അറ്റമാണ് അതായത് മാള മണ്ഡലത്തിൻ്റെ തെക്കേ അറ്റത്ത് ഇയാൾ ഒരു ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന, അതായത് ഒരു തോടുണ്ട്. ആ തോടിൻ്റെ പരിസരത്ത് എത്തിയപ്പോൾ ഇയാൾ ഈ അൺകോൺഷ്യസായി, ഗുളിക കൂടുതൽ കഴിച്ചതിൻ്റെ ബലമാണ്. അപ്പോൾ അത് അയാൾ അബോധാവസ്ഥയിലായി കഴിഞ്ഞപ്പോൾ ആദ്യം ഇയാളെ കണ്ട ആൾ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഇയാൾ പോക്കറ്റടിക്കുന്നത്. പോക്കറ്റടിച്ച കൂട്ടത്തിൽ കയ്യിലുണ്ടായിരുന്ന കാശും ഈ ബാക്കി ഗീസയിലുണ്ടായിരുന്ന എല്ലാം അയാൾ അപഹരിച്ചു. അപഹരിച്ച് കഴിഞ്ഞിട്ട് അടുത്ത് വന്ന ആൾ കുറച്ച് മനുഷ്യസ്നേഹിയായിരുന്നു. ഇയാളെ പിക്കപ്പ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അന്ന് ഈ തുരുത്തിപ്പുറം എന്ന് പറയുന്ന ആ സ്ഥലത്ത്, പുത്തൻവേലിക്കരയുടെ പടിഞ്ഞാറ് ഭാഗത്ത് തുരുത്തിപ്പുറം എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റൽ, തുരുത്തിപ്പുറം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിലുള്ള ഒരു ഹോസ്പിറ്റലുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിച്ച് അവിടെ നല്ല ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത്, ഞങ്ങളെ ഈ ഹോസ്പിറ്റലിൽ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പിള്ളേച്ചൻ എന്ന് പറയുന്ന ഒരു രാമചന്ദ്രൻ ആണ്. അദ്ദേഹത്തിന് ശരിക്കുള്ള പേര് രാമേന്ദ്രൻ എന്നാണ്. അയാൾ ഇവരറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇയാളെ അറിയും, ഈ മരുന്ന് കൂടുതൽ കഴിച്ച ആളെയും അയാളറിയും. അപ്പോൾ അയാൾക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചു, സഹായിച്ചു. അയാൾക്ക് വേണ്ട ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അതായത് ഈ ഡോക്ടറുടെ മരുന്നാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടറുടെ ഒരു ഫാർമസിസ്റ്റ് ഉണ്ട്, വാറുണ്ണി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഓടി വന്ന നമ്മളുടെ അടുത്ത്, വിജയ എന്താണ് കൊടുത്തത് എന്ന് പറഞ്ഞാൽ, അപ്പോൾ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ഞാനത് എഴുതി കൊടുത്തു. അത് എഴുതരാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഫിനോവാർബിറ്റോൺ 60 mg ഐ ഇഷ്യൂഡ് ഇത്ര ടാബ്ലറ്റ് അഡ്വൈസ്ഡ് ബൈ VR പിള്ള എന്ന് പറഞ്ഞ് എഴുതിയും കൊടുത്തു. അതൊരു എവിഡൻസായി, ശരിക്കും പറഞ്ഞൊരു തെളിവായത്, നമുക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അയാളത് ഡോക്ടർ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നിഷേധിച്ചു. അപ്പോൾ എനിക്ക് ദേഷ്യവും കയറി അയാളോട് ചീത്ത പറയുകയാണ് ചെയ്തത്. അദ്ദേഹത്തെ ഡോക്ടർ എഴുതാണ്ട് നമ്മൾ കൊടുക്കില്ല എന്തായാലും. അപ്പോൾ ഈ മനുഷ്യന് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് ഈ പിള്ളേച്ചൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു ആളുണ്ട്. ഇയാളും ഒരു കമ്മ്യൂണിറ്റിയാണ്, ഈ മരുന്ന് കഴിച്ച ആളും.
അപ്പോൾ അയാളുടെ അളിയനും ആ കുടുംബമൊക്കെ ആയിട്ടുള്ള ബന്ധം കൊണ്ട് ഇയാൾക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാൻ പറഞ്ഞ് ഞാൻ അയാളെ ചുമതലപ്പെടുത്തി. അയാൾ ഹോസ്പിറ്റലിൽ ഏതാണ്ട് 12 മണി കഴിയുന്നത് വരെ ഈ പിള്ളേച്ചൻ അയാളുടെ കൂടെ അത് ചെയ്തു. 12 മണി കഴിഞ്ഞപ്പോൾ അയാൾ മടങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇനി പൊട്ടിക്കുമെന്ന് പറഞ്ഞു, ചാവൂല. അങ്ങനെ നമ്മൾ പൂട്ടിപ്പോരുകയാണ്. എന്നെ കാണുന്നത് ഇപ്പോൾ വീട്ടിലും പ്രശ്നമായി. സമയം ഒരുപാട് അധികരിച്ച് അന്ന് 2 പുത്തുമല്ലിക്കര എന്ന് പറഞ്ഞ ഒരു ഇന്ന് പാലമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഒരുപാട് സൗകര്യങ്ങളായി. അന്ന് നമുക്ക് അടുത്തിറങ്ങി തന്നെ വേണം വീട്ടിലോട്ട് എത്താനായിട്ട്. അപ്പം വീട്ടിൽ നമുക്ക് വഞ്ചി കിട്ടും, ആ സമയത്തും വഞ്ചി കിട്ടും. പിന്നീടാണ് ഈ ചേന്നമംഗലം ജംഗ്ഷനിൽ, പറവൂരിൽ ചെന്നാൽ ജംഗ്ഷനിൽ അതിന് ശേഷമാണ് ഒരു ഹോസ്പിറ്റലിൽ തുടങ്ങിയ കരിപ്പായി നഴ്സിംഗ് ഹോം എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റൽ തുടങ്ങിയപ്പോൾ അതിൻ്റെ ചുമതല പൂർണ്ണമായിട്ട് എന്നിൽ നിക്ഷിപ്തമായി. പുള്ളി അത് ഈ ജോലിക്കാരും ഇൻപേഷ്യൻസും OPയും IP-യും ഒക്കെ ഉൾപ്പെടെ നമ്മളാണ് മാനേജ് ചെയ്ത് പോന്നിരുന്നത്. അത് ഏതാണ്ട് ഈ പേഷ്യൻ്റ് വന്നാൽ അദ്ദേഹത്തിൻ്റെ അഭാവം അവിടെ പ്രകടമായിരുന്നില്ല. അത് ഇല്ലാതിരിക്കാൻ ഞാൻ വളരെ ശ്രദ്ധിച്ചിരുന്നു. ഒരു 18 വർഷത്തോളം അതിൻ്റെ സ്റ്റിയറിങ് ഞാൻ പിടിച്ചിരുന്നു. അതിലൊരുപാട് ബന്ധങ്ങൾ നമുക്ക് വന്നു. അതിലാണ് ഇസ്രായേലിൽ നിന്ന് വന്നിരുന്ന ജൂത കമ്മ്യൂണിറ്റിപ്പെട്ട ഒരു വിഭാഗം. ഇപ്പോഴും അവരായിട്ട് നല്ല ബന്ധമാണ്. ഏതാണ്ട് 76, 68, 86, 87 കാലഘട്ടത്തിലാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് ആ കട തുടങ്ങുന്നത്. അന്ന് വേറെ കടകളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ്. അവിടെ നിന്ന് നമ്മൾ അതിനെ ഓരോ സ്റ്റെപ്പും വളരെ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചും പഠിച്ചുമാണ് മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ടാണ് നമുക്ക് അത് ആ രീതിയിൽ എത്തിക്കാൻ കഴിഞ്ഞതെന്നുള്ളൊരു വിശ്വാസമുണ്ട് എനിക്ക് അപ്പോഴും ഇപ്പോഴും. അന്നും എൻ്റെ കടയിൽ കിട്ടുന്ന സാധനങ്ങൾ ഇല്ല എന്നുള്ളത് ശരി തന്നെയാണ്. കൈപ്പായിന്ന് പോന്നിട്ട് ഞാൻ ഇത് തുടങ്ങണേ താമസിച്ചില്ല. അതിൻ്റെ ഉദ്ഘാടകൻ നാരായൺ സാറായിരുന്നു എൻ്റെ. അപ്പം അന്ന് നാരായൺ സാറ് എൻ്റെ മനസ്സിൽ സ്ഥാനമുള്ള ആൾ തന്നെയാണ് അന്നും ഇന്നും. മനസ്സിലായ ഇതിലാണ് നാരായണനാണ് ആ സ്ഥാപനം ഉദ്ഘാടനം ചെയ്ത് ഇന്നും അത് വീഴ്ച കൂടാതെ ഓടിച്ചു പോകുന്നതും ആ കാരണത്താലാണ്. പത്മ എന്ന് പറഞ്ഞാൽ പത്മാക്ഷി എന്നായിരുന്നു എൻ്റെ അമ്മയുടെ പേര്. ആ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ വലിയൊരു സ്ഥാനം ഉണ്ടായിരുന്ന എത്തിയിട്ടു. അമ്മയത് അച്ഛനും അതെ. അച്ഛനും നല്ലൊരു ഹൃദയശുദ്ധിയുള്ള മനുഷ്യനായിരുന്നു. മനസ്സിലായ. അപ്പം അമ്മയുടെ ആ പേര് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് പത്മ എന്നിട്ടത്. പക്ഷെ അമ്മയ്ക്ക് ശേഷം എനിക്കൊരു മകളുണ്ടായപ്പോൾ അവൾക്കും പത്മ എന്നാണ് പേരിട്ടത്. ആ പത്മയാണ് ഇപ്പോഴത്തെ പത്മ. പേര് അവൾക്ക് ഇട്ടിട്ട് അത് ഇപ്പോഴും അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണ് പത്മ എന്നുള്ള. അപ്പോൾ ദൈവം സഹായിച്ചിട്ട് ഇന്നുവരെ കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ മൊത്തം പുരുഷൻ എന്നുള്ള നിലക്ക് എന്നിലേക്ക് ആ കടമകൾ നിക്ഷിപ്താകണം ചെയ്ത്. അപ്പം ഞാൻ ഇവനെ ഒരു ജോലി, എൻ്റെ അനുജനെ ഒരു ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കോൺട്രാക്ടറോട് പറയണേ ചെയ്ത്, ചേട്ടൻ ഒരു ജോലി അവന് കൊടുത്താൽ നന്നായിരിക്കും എന്ന് പറയണം. അപ്പം പുള്ളി ഒരു പ്രയാസം കൂടാണ്ട് പറഞ്ഞ് നീ കൊണ്ടുപോവാ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു സുപ്രഭാതം ഇവനെയും കൂട്ടി അദ്ദേഹത്തിൻ്റെ മുൻപാകെ ചെല്ലുകയാണ്. ചെന്ന് അവൻ വളരെ ലീനാണ്, മെലിഞ്ഞിട്ട ഒരാളാണ്. അപ്പോൾ ഇവനെ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യം, എടാ ഇത് കലഷാപ്പാണ്, ഈ ആള് തമ്മിൽ തല്ലു കൂടിയാൽ ഇവൻ ഓടിക്കോളൂ എന്നാണ് ഒരു ചോദ്യം. അല്ല, ഇവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇവന് കഴിയുമെന്നാണ്. അത്രക്ക് മെലിഞ്ഞൊരു പ്രകൃതമായിരുന്നു. അപ്പോൾ എൻ്റെ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേട്ടൻ പരീക്ഷ നോക്ക്, പറ്റിയില്ലെങ്കിൽ ഞാൻ തിരിച്ചെടുത്തോളാം. അത് അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ നിന്ന് ജോലി കൊടുത്തും ഇവന് അനുകൂലമായ ഒരു സാഹചര്യമായിരുന്നു. അച്ഛൻ അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു അതിൻ്റെ മാനേജർ. അപ്പോൾ അവരുടെ വീട്ടിൽ താമസിക്കാനും ഒക്കെ സൗകര്യമൊക്കെ കൊടുക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഇവൻ ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, ജോലിയിൽ വന്നപ്പോൾ എനിക്കൊരു സപ്പോർട്ടായി. അപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു ആത്മബലം എനിക്കുമായി. മനസ്സിലായി. അങ്ങനെ സഹോദരിമാരെയൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ്
ഇവൻ്റെ കാര്യങ്ങൾ വന്നപ്പോൾ ഞാൻ 35 വയസ്സിലാണ് വിവാഹം കഴിച്ചത്. ഇവൻ്റെ കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ അതിനത്ര വില്ലിങ് ആയില്ല. അപ്പം ഞാൻ പറഞ്ഞു അത് പറ്റില്ല, എനിക്കുണ്ടായ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രത്യേക സാഹചര്യം കൊണ്ടുണ്ടായതാണ്. ഈ സഹോദരിമാർ നിൽക്കുമ്പോൾ നമ്മൾ നമ്മുടെയൊക്കെ രീതി അനുസരിച്ച് നമ്മൾ അവരെ വിവാഹം കഴിച്ചു വിടാണ്ട് നമ്മൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അത് സമൂഹത്തിലൊരു മോശം ഇമേജ് ഉണ്ടാക്കുമല്ല എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് അത്ര നീണ്ടുപോയത്. സഹോദരങ്ങളൊക്കെ എല്ലാവരെയും നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല എങ്കിൽ പോലും നമ്മളെ പ്രതീക്ഷിച്ച പോലെ നമ്മളവരെ എത്തിക്കാൻ എല്ലാവരെയും കഴിഞ്ഞില്ല എങ്കിൽ പോലും എല്ലാവരും വിവാഹം കഴിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. രണ്ടാമത്തെ ഒരു സിസ്റ്ററിൻ്റെ ആകസ്മികമായ മരണം എന്നെ വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്തത്. ഒരു വിവാഹം കഴിച്ചു കൊടുത്തിട്ട് ഇവിടെ വൈക്കത്താണ് കൊടുത്തത്. പെട്ടെന്നുള്ള ഒരു ഡെത്ത് അത് നമ്മളെ വല്ലാതെ അസ്വസ്ഥമാക്കിയത്. ഒരു നാച്ചുറൽ ഡെത്തല്ലായിരുന്നു. പിന്നെ മക്കൾ വിവാഹം കഴിച്ചു. വിവാഹം 35 വയസ്സ് ആയപ്പോഴാണ് ഞാൻ വിവാഹം കഴിക്കുന്നത്. വൈഫിൻ്റെ പേര് വത്സല. വിവാഹം കഴിച്ച് കുട്ടികളായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു 2 പെൺകുട്ടികളാണ് അവിടെയും നമുക്ക് ദൈവം തന്നത്. 2 പേരും BEd ആണ്. ഇവർ ഇത്രയെങ്കിലും എത്തിയല്ല എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്കും ഉണ്ട്. അവരെ 2 പേരെയും തെറ്റില്ലാത്ത രീതിയിൽ വിവാഹം കഴിച്ച് അയക്കാൻ കഴിഞ്ഞ മൂത്താള് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈനാണ് തിരഞ്ഞെടുത്ത്